എല്ലാ പ്രതീക്ഷയുമാണ് നമ്മുടെ മക്കളെങ്കിലും പുതിയ കാലത്ത് പ്രത്യേകിച്ചും അവരെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്? മക്കളിൽ അമിതമായ പ്രതീക്ഷ വെച്ച് അവരിൽ എന്തെങ്കിലും അപാകം സംഭവിക്കുമ്പോൾ അതിൽ ഭയങ്കരമായി വിഷമിച്ച് അത് മക്കൾക്ക് കൂടെ ഫീൽ ചെയ്ത് ആ മക്കളുടെ എല്ലാ പുരോഗതിയും നശിപ്പിക്കുന്നവരായി പുതിയ കാലത്തെ രക്ഷിതാക്കൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. തുടക്കം മുതൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്താൻ വേണ്ടി ആ കുട്ടിയെ നമ്മൾ പാകപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് KG മുമ്പേ പ്രീ സ്കൂളുകൾ ആവശ്യമായി വരുന്നത്. KG എന്നൊക്കെ പറയുമ്പോൾ തന്നെയും സ്വന്തം മാതാവിൻ്റെ സംരക്ഷണയിൽ നിർബന്ധമായും വളരേണ്ട ആ സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ മാതാവിനോടൊരു ടച്ചും ഇല്ലാതെ ബന്ധമില്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ മക്കൾ നിലകൊള്ളുകയാണ്. അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ശരിക്ക് ആലോചിക്കേണ്ടി വരും. സംവിധാനങ്ങൾ എതിർക്കല്ല ഞാൻ. എന്നിട്ടാണ് അതിനെയും മുന്നേയുള്ള പ്രീ സ്കൂളുകൾ ആരംഭിക്കേണ്ടി വരുന്നത്. അതിനുമപ്പുറം ജോലിക്ക് പോകുന്ന മാതാപിതാക്കളൊക്കെ മക്കളെ ഡേ കെയർ സെൻ്ററുകളിൽ ഏൽപ്പിക്കുക. അവിടെ നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാനോ ആക്ഷേപം പറയാനോ പോലും കഴിയാത്ത 2 വയസ്സ് കാലത്ത് ഡേ കെയർ സെൻ്ററുകളിൽ ഏൽപ്പിച്ച് വൈകിട്ട് വരെ മാതാവ് അവരെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്നു ബാംഗ്ലൂരിൽ നിന്ന്. അവിടെയുള്ള വലിയൊരു IT കമ്പനിയുടെ ജീവനക്കാരുടെ മക്കളെ താമസിപ്പിക്കുന്ന അവരുടെ തന്നെ ഡേ കെയർ സെൻ്ററിൽ ക്രൂരമായ പീഡനങ്ങൾ ആയമാർ നടത്തുന്നത് എങ്ങനെയോ പുറത്തായി. കരയുന്ന കുട്ടികളെ വാഷിംഗ് മെഷീനിൽ ഇട്ടുന്നത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഫ്രണ്ട് ഡോർ വാഷിംഗ് മെഷീൻ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 2-3 കുട്ടികളെ തിരികിട്ട് അടച്ചു വയ്ക്കുക. ക്രൂരമായ പീഡനങ്ങൾ, ബാത്റൂമിൽ പൂട്ടിയിടൽ, മാരകമായ രീതിയിൽ അടിക്കൽ. ഇതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. 6-7 ആയമാർ അറസ്റ്റിലായി എന്ന് കേട്ടിരുന്നു. മറ്റൊന്ന് അതിലേറെ മാരകമാണ്. 3 കുട്ടികളെ ഒരു റൂമിലാക്കി പുറത്തേക്ക് പൂട്ടിപ്പോകുന്നു ആ ഡേ കെയർ സെൻ്ററിൻ്റെ സംരക്ഷകർ. അതിലൊരു കുട്ടി മറ്റൊരു കുട്ടിയെ എത്രമേൽ ക്രൂരമായി എത്ര മിനിറ്റാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പിള്ളേരാണ്, നമുക്കറിയാം, 2 വയസ്സ് 2.5 വയസ്സ്. ആ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി എത്രമേൽ ഭീകരമായി ഇടിയാണ്, ചവിട്ടും, പിന്നെ പുറത്ത് കടിക്കലും, മേലെ കയറി ചാടലും. കുറച്ചുകൂടെ ഒരു പ്രായം തോന്നുന്ന, എന്നാൽ വല്ലാതൊന്നുമില്ല, ഒരു 2 മാസത്തിൻ്റെ ഒക്കെ മൂപ്പ് വന്ന ഒരു പെൺകുട്ടി ചെറിയൊരു ബാറ്റ് പോലത്തെ സാധനം എടുത്തിട്ട് ഈ ആക്രമിക്കുന്ന കുട്ടിയെ തല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളെയും ഇവൻ ഉന്തിയിട്ട് അവളെയും തല്ലാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ക്രൂരമായ പീഡനം. ആര് കാണുന്നു? എല്ലാ ഡേ കെയർ സെൻ്ററും ഇങ്ങനെയാണോ? എനിക്കറിയില്ല. അല്ലാന്നൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയില്ല. പക്ഷെ പുറത്തു വന്ന റിപ്പോർട്ടുകളും വീഡിയോസും പ്രകാരം മാതാവിൻ്റെയും അല്ലെങ്കിൽ വല്യമ്മയുടെയും ഒക്കെ സംരക്ഷണത്തിൽ സ്നേഹത്തോടുകൂടെ വളരേണ്ട, സ്നേഹം അനുഭവിക്കേണ്ട ആ സമയത്ത് ഏതെങ്കിലും ജീവനക്കാരികൾ, അവരുടെ ഉപജീവനമാർഗം മാത്രമാണത്. മക്കളോടുള്ള ആർദ്രത ജന്മസിദ്ധമായി ലഭിക്കണതല്ല അവർക്ക്, കാരണം അത് അവരുടെ ജോലി മാത്രമാണ്. ആ രീതിയിൽ തുടക്കം മുതൽ തന്നെ ഞെക്കി പഴുപ്പിക്കണം, മൂക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ വളർന്നു വരുന്നു. ഇതിൻ്റെ ഫലം ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കൃത്യമായ തിരുത്തും സ്നേഹവും ലാളനയും ആവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനവും ലഭിക്കാതെ വളരുമ്പോൾ ഒരു കൃത്രിമ ജീവിതമാണ് ആ കുട്ടിക്ക് ശീലമാണത്. അതുകൊണ്ടാണ് പതിയെ ബീഡിയിലേക്ക് എത്തുന്നത്, പിന്നെ കഞ്ചാവിലേക്ക് എത്തുന്നത്, നിരന്തരമായ മദ്യപാനം തുടങ്ങുന്നത്. ക്യാൻസർ പിടിച്ചിട്ട് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവൻ്റെ പില്ലോക്ക് താഴെ നിന്ന് സിഗരറ്റിൻ്റെ പാക്കുകൾ അവനെ ചികിത്സിക്കുന്ന ജീവനക്കാർ, നഴ്സുമാർ കണ്ടെടുക്കുന്നത്. അതിനുമപ്പുറം ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബെഡിൻ്റെ അടിയിൽ നിന്ന് വിദേശ മദ്യത്തിൻ്റെ ചെറിയ ബോട്ടിലുകൾ കിട്ടുന്നത്. കേരളത്തിലെ പ്രസിദ്ധനായ ക്യാൻസർ രോഗ വിദഗ്ധൻ VP ഗംഗാധരൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അത് എഴുതുന്നുണ്ട്. ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിൽ
വളരെ കൗതുകം എന്താന്ന് വെച്ചാൽ ഈ രോഗി, ചെറുപ്പക്കാരനാകുന്ന ഈ ക്യാൻസർ രോഗി അച്ഛനും അമ്മയും ഡോക്ടറായ ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് എന്നതാണ്. അച്ഛനും അമ്മയും ഡോക്ടറാണ്. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ഇതൊരു കഥയല്ല, അദ്ദേഹം വ്യക്തമായി എഴുതിയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നു എന്ന് മാത്രമാണ്. ഈ ഡോക്ടർ ദമ്പതികളെ വിളിച്ചിട്ട് ഡോക്ടർ VP ഗംഗാധരൻ ഗൗരവത്തിൽ സംസാരിക്കുന്നുണ്ട്. ക്യാൻസറും സിഗരറ്റും, ക്യാൻസറും മദ്യപാനവും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു അമ്മയാവുന്ന ഡോക്ടർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരക്കായിരുന്നു. സ്വന്തമായി ആശുപത്രി ഉണ്ടായിരുന്നു. നേരത്തെ പോകും, വൈകിട്ടേ വരൂ. മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരായയെ ഏൽപ്പിച്ചു. അവര് അവൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നു, ഒന്നും തിരുത്തിയില്ല. അങ്ങനെ ഏൽപ്പിച്ച ആളുകൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് അമ്മ, എങ്ങനെയുണ്ടായ. അങ്ങനെ അവൻ ദുശീലങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചു വന്നു. അതിൻ്റെ ഭാഗമായി അവൻ പതിയെ സിഗരറ്റ് തുടങ്ങി. തിരുത്താൻ ആളുണ്ടാവില്ല, അതന്നെ. ആയൊക്കെ അവൻ്റെ സന്തോഷം മാത്രമായിരിക്കും ആവശ്യം. വളരെ ചെറുപ്പത്തിലെ സിഗരറ്റ് തുടങ്ങി, ഇത്തിരി വലുതപ്പോഴേക്ക് മദ്യപാനം തുടങ്ങി. അങ്ങയുടെ ചികിത്സയോട് ഇവൻ സഹകരിക്കണമെങ്കിൽ കൃത്യമായ സന്ദർഭത്തിൽ ഇത് അവന് ലഭിച്ചിരിക്കണം. അവൻ വയലൻ്റായി ഇവിടുന്ന് ഇറങ്ങിപ്പോവാതിരിക്കാൻ, ഇവിടെയുള്ള ജീവനക്കാരെ ആക്രമിക്കാതിരിക്കാനാണ് കള്ളും സിഗരറ്റും ക്യാൻസറുമായുള്ള ബന്ധം ശരിക്കറിയാവുന്ന ഞങ്ങൾ തന്നെ അത് യഥാസമയത്ത് എത്തിച്ചു കൊടുത്തത് എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ ഗംഗാധരൻ എഴുതുന്നുണ്ട്. അപ്പം മക്കളെ വളർത്തേണ്ട പ്രായത്തിൽ മക്കളെ നമ്മൾ വളർത്തിയിരിക്കണം. നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം. നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദീനീപരമായ ചിട്ടകളാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഒരു തർക്കമില്ലേ, അതിനേറെ കയറ്റിയിട്ടൊന്നും കാര്യമില്ല. ഒരു കുട്ടി ആദ്യമായി പറയേണ്ടത് അള്ളാഹു എന്നാണ്, അല്ലാതെ നെയ്മറിനെയും മെസ്സിനെയും അല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, വേറെ ആരെയല്ല. ഇതേതോ കളിക്കാരായതുകൊണ്ടുള്ള വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല, അവരോട് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. അത് അവരുടെ സംസ്കാരം. സ്വന്തം അമ്മയുടെ പേരുമല്ല. ആദ്യം പടച്ചുറപ്പിനെ കുറിച്ച് പഠിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പഠിപ്പിക്കണം. അതിലൂടെ വളർന്നു വരണം. അവൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. എന്നിട്ടൊക്കെ മതി ടാറ്റ കൊടുക്കല്, എന്നിട്ടൊക്കെ മതി സിനിമയുടെ പാട്ടിൻ്റെ ഏതാനും വരികൾ കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ച് റീലെടുത്ത് ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കൽ. എന്നിട്ട് മതി ചെറിയ കുട്ടിയെ കൊണ്ട് എൻ്റെ ക്ലബ്ബ് തോറ്റല്ലോ, എൻ്റെ ടീം തോറ്റല്ലോ പറഞ്ഞ് കരയിപ്പിച്ച് വൈറലാകാൻ വേണ്ടി വീഡിയോ എടുക്കൽ. അതിലൊന്നൊരു സംഗതി ഇല്ലയെന്ന് മനസ്സിലാക്കുക. ബിസ്മി ചൊല്ലിയാവണം നമ്മൾ പാല് കൊടുത്ത് തുടങ്ങേണ്ടത്. ഒന്നാം ദിവസം, ഒന്നാം ഘട്ടം. ആ കുട്ടിക്ക് ബോധമുണ്ടോ? പ്രത്യേകിച്ച് ബോധമൊന്നും ഉണ്ടാവില്ലേ, ജനിച്ചിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. പക്ഷെ ബിസ്മി കുട്ടി കേട്ടിരിക്കണം. അങ്ങനെ കേട്ട് വളരുന്ന കുട്ടി സ്വാഭാവികമായും ബിസ്മി ഏത് പരിതസ്ഥിതിയിലും മറക്കാതെ ചെല്ലും. അവൻ ഏത് വൃത്തികെട്ട കോളേജിൽ PG പഠിക്കുകയാണെങ്കിലും PhD പഠിക്കുകയാണെങ്കിലും ദീനീപരമായ ചിട്ടകളിൽ നിന്ന് അവന് മാറാൻ കഴിയില്ല. കാരണം അത് അവൻ്റെ നൈസർഗികമായ ബോധമായി മാറി.